എന്ത്? കൊല ചെയ്തവൻ എവിടെയുണ്ടെന്ന് ശ്രീകുമാറിന് അറിയാമെന്നോ? അതെ സർ, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. പക്ഷേ എന്തൊക്കെയോ കളികൾ ഇതിന്റെ മറവിലുണ്ട്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ നമുക്കവനെ പിടിക്കാമായിരുന്നു. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഇതെന്താണ് ശ്രീകുമാർ? എന്റെ രാജിക്കത്ത്. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? സോറി സർ, കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ എനിക്കിപ്പോ നിവൃത്തിയില്ല. പ്ലീസ് ആക്സെപ്റ്റ് ഇറ്റ്. എക്സ്ക്യൂസ് മീ, നിയമത്തെ തോൽപ്പിക്കാനുള്ള പുറപ്പാടായിരിക്കും അല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിയമത്തിന്റെ കൈകളിൽ വിലങ്ങിടാൻ, അപരാധിയെ രക്ഷിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്. നിയമത്തിന്റെ താളുകളെ വിലക്ക് വാങ്ങാൻ, നിരപരാധിയെ ശിക്ഷിക്കാൻ ഇവിടെ പണക്കാരുണ്ട്. ഇതിനിടയിൽ നമ്മൾ പോലീസുകാരെന്താണെന്ന് അറിയാമോ? വി ആർ ദ മഡ്ഗാർഡ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ പുറത്ത് ധരിച്ച ചെളിയുടെ നിറമാണ് നമ്മൾ അണിയുന്ന ഈ കുപ്പായത്തിനുള്ളത്. ഐ കാന്റ് സീ മൈ കോൺഷ്യൻസ് എനിമോർ. പക്ഷേ 1000 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ചെളിക്കുപ്പായ ഊരിയാലും നിയമത്തെ സ്പർശിക്കാൻ കഴിയില്ല ശ്രീ. ഇനി അങ്ങനെ വിളിക്കാലോ. 2 കൊലപാതകം ചെയ്തൊരു കുറ്റവാളിയെ രക്ഷിക്കാനാണ് നിന്റെ ഈ പോർവിളിയെങ്കിൽ നീ പരാജയപ്പെടുകയുള്ളൂ. 2 കൊലപാതകം ചെയ്തൊരു കുറ്റവാളിയെ ശിക്ഷിക്കാനാണെങ്കിലോ? മനസാക്ഷി വഞ്ചിക്കാൻ എനിക്കും ആഗ്രഹമില്ല ശ്രീ. പക്ഷേ നീ ഇപ്പൊ ചെയ്തതുപോലെ ഒരു ആദർശത്തിന്റെ പേരിൽ ഞാൻ ഈ തൊപ്പി വലിച്ചെറിഞ്ഞാൽ ഒപ്പം എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു അമ്മയുടെയും ഒരു ഭാര്യയുടെയും ഒരു കുഞ്ഞിന്റെയും ജീവിതം കൂടെ വലിച്ചെറിയേണ്ടി വരും. നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുക, ഞാൻ എന്റെ. ഗുഡ് നൈറ്റ്. ശാലിനി, ഈ വേഷത്തിൽ എന്നെ കാണുന്നത് നിനക്ക് വലിയ ഇഷ്ടമാണെന്ന് എപ്പോഴും പറയാറില്ലേ? വേണമെങ്കിൽ അവസാനമായി ശരിക്കൊന്നുകൂടെ കണ്ടോളൂ. ഇനി ഒരിക്കലും എന്നെ ഈ വേഷത്തിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. ശ്രീയേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇനി മുതൽ DSP ശ്രീകുമാർ അല്ല, വെറും കളത്തിൽ കൃഷ്ണൻകുട്ടി നായർ മകൻ ശ്രീകുമാർ ആയിരിക്കും. ശ്രീയേട്ടൻ നഷ്ടപ്പെട്ടത് IPS-കാരന്റെ സ്റ്റാറ്റസ് മാത്രമാണ്. അതിന്റെ വില ഇപ്പോൾ IPS-കാരന്റെ കല്യാണത്തിന് കിട്ടുന്ന സ്ത്രീധനത്തോടെ തീർന്നു. ഏതായാലും രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാനില്ല. ലാഭം എന്തെന്ന് ചോദിച്ചാൽ ഒരല്പം മനസ്സമാധാനം. ഈ ശ്വാസം മുട്ടൽ അനുഭവിക്കാൻ എനിക്ക് വയ്യ. വേണ്ട, ഞാൻ കാരണം ആരും ശ്വാസം മുട്ടി മരിക്കേണ്ട. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. ഐ എം സറണ്ടറിംഗ്. എന്റെ ഉദ്ദേശം എന്റെ കുടുംബം തകർത്ത ദ്രോഹിയുടെ പകരം വീട്ടുക മാത്രമായിരുന്നു. എനിക്കറിയാം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ സംഭവിച്ചത് മുഴുവൻ യാദൃച്ഛികമായിരുന്നു. മിയർ കോയിൻസിഡൻസ്. എനിക്കറിയാം. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്താലും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒന്നുകൂടി ജയിൽ ചാടുക, എന്നിട്ട് അവനെ കൊല്ലുക. അതെനിക്ക് സാധിക്കും. ഞാനത് ചെയ്യും. എന്നിട്ടേ ഞാൻ മരിക്കൂ. അറിയാം. പക്ഷെ ഞാൻ കാരണം സന്തോഷിക്കാൻ വിധിക്കപ്പെട്ടവരാരും ദുഃഖിച്ചുകൂടാൻ എനിക്ക് നിർബന്ധമുണ്ട്. ഒരേ ഒരു അപേക്ഷ മാത്രം. ശാലിനിയെ സംശയിക്കരുത്. ഷീസ് ഇന്നസെന്റ്. അതും എനിക്കറിയാം. എനിക്ക് സമാധാനമായി. നൗ യു കൻ അറസ്റ്റ് മീ. നോ, ഐ കാണ്ട്. എനിക്കിപ്പോൾ അതിനുള്ള അധികാരമില്ല. വാട്ട് ഡു യു മീൻ? ഞാൻ എന്റെ ജോലി രാജിവെച്ചു. വൈ? കാക്കി വേഷം ധരിച്ച പോലീസുകാരൻ പലപ്പോഴും നിങ്ങളുടെ എല്ലാം മുന്നിൽ കോരാണ്. കാരണം ശിക്ഷിക്കാനുള്ള അധികാരം അവനുള്ളതുകൊണ്ട് മാത്രം. പക്ഷേ ഒരു സാധാരണക്കാരന്റെ എല്ലാ വികാരങ്ങളും അവനുണ്ട്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്ന് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥനും ആഗ്രഹിക്കുന്നുമുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട ഒരു നിരപരാധിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നോട് നിങ്ങൾക്ക് എന്തുത്തരമാണ് പറയാനുള്ളത്? ആലോചിക്കാൻ ഒരു നിമിഷം കിട്ടിയാൽ ഏതൊരു നിയമപാലകനും ചെയ്യാവുന്ന ഒന്ന് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഐ റിസൈൻ മൈ ജോബ്. കാരണം
ഒന്നുകിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യണം, അല്ലെങ്കിൽ ഒരച്ഛൻ എന്ന നിലയ്ക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടും ചെയ്യാം. ഐ ഡോണ്ട് കെയർ. ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിയാത്ത നിയമത്തിന് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാനും അധികാരമില്ല. ദാറ്റ്സ് എ കേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഡു വാട്ട് യു ഫീൽ ലൈക്ക്. ഒപ്പം ഞാനുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മിസ്റ്റർ രാജൻ ആരോ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. രവി ജയിൽ ചാടിയ നിലയ്ക്ക് അവൻ എന്നെ തേടി വരാതിരിക്കില്ല. സോ ഐ വാണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. ടേക്ക് ഇറ്റ് ഈസി മിസ്റ്റർ പ്രസാദ്. നാളെ നിങ്ങളുടെ എയർക്രാഫ്റ്റ് ഇവിടെ നിന്ന് പുറപ്പെടുന്നതുവരെ നിങ്ങളുടെ സെക്യൂരിറ്റി നോക്കേണ്ടത് ഒരു വിധത്തിൽ എന്റെ പ്രസിഡന്റ് പ്രശ്നമാണ്. താങ്ക് യു ഇൻസ്പെക്ടർ. വെൽക്കം. Thank you, Mr. Anand. See you. Hello. You are safe. Come on. Drop your gun! Mr. Srikumar, drop your gun!
Drop it! I said drop it! ഇതാ മോളുടെ പാവ.